ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിമിനോളജിയാണ്. ക്രിമിനോളജിയുടെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ക്രിമിനോളജി, പീനിയോളജി, വിക്ടിമോളജി എന്നൊക്കെ പറയുന്നത് ക്രോസ് ബോർഡർ സിഗ്നിഫിക്കൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? അവരുടെ പീപ്പിളിനെ ക്രിമിനാലിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ സബ്ജക്റ്റിനകത്ത് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്രിമിനാലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ നമ്മൾക്ക് ആ ക്രിമിനാലിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും, സപ്പോസ് ഒരു ക്രൈം ഒക്കറായി കഴിഞ്ഞാൽ അവിടെ വിക്ടിംസിന് എന്തൊക്കെ റെമഡീസാണ് കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇനി ക്രൈം എന്ന് പറയുന്നത് ടൈം ഇമ്മെമ്മോറിയലാണ്. വർഷങ്ങളായിട്ടേ ഈ ക്രൈം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്നെവിക്റ്റബിളുമാണ്. അപ്പോൾ ഈ ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജിയുടെയൊക്കെ സ്റ്റഡി കാരണം നമുക്ക് ഈ ക്രൈമിൻ്റെ എക്സ്റ്റെൻറ്റ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ക്രിമിനോളജി എന്തുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? സോഷ്യൽ, പൊളിറ്റിക്കൽ, ഈവൻ ജിയോഗ്രഫിക്കൽ ഇമ്പാക്റ്റ് വരെ ഒരാളെ ക്രിമിനാലിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈ എ പേഴ്സൺ ഈസ് ഫോഴ്സ്ഡ് ടു ബിക്കം എ ക്രിമിനൽ ഈസ് ദ മേജർ കൺസേൺ ഓഫ് ക്രിമിനോളജി. ക്രിമിനോളജിയുടെ ഒരു മേജർ കൺസേൺ എന്താണ് ഒരു വ്യക്തിയെ ക്രിമിനൽ ആക്കുന്നത് എന്നുള്ളതാണ്. ഇനി പീനോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് പീനോളജി എന്ന് പറയുന്നത്. വിക്ടിമോളജി എന്താണ്? വിക്ടിമോളജി ഇൻ ഇറ്റ്സ് ബോർഡർ സെൻസ് ഇൻക്ലൂഡ് എവറി പേഴ്സൺ ഹൂ സഫേർഡ് ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി ഒക്കെ സഫർ ചെയ്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ വിക്ടിം എന്ന് പറയുന്നത്. ബട്ട് ഹിയർ വി ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് ക്രൈം വിറ്റ്നസ്. ഇവിടെ നമ്മൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ക്രൈം വിറ്റ്നസിനെ, ഒരു ക്രൈം വഴി വിറ്റ്നസ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ് ഈ വിക്ടിമോളജിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിമിനോളജി എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ക്രീമിനിൽ നിന്നും ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോജിയയിൽ നിന്നുമാണ്. എറ്റിമോളജിക്കലി ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് നേച്ചർ, എക്സ്റ്റെൻറ്റ്, കോസ് ആൻഡ് കൺട്രോൾ ഓഫ് ക്രിമിനൽ ബിഹേവിയർ. ഒരു ക്രിമിനൽ ബിഹേവിയറിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി, അതിൻ്റെ നേച്ചറിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി, അതുപോലെ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയുമാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ ക്രിമിനോളജി എന്ന് പറയുന്നത്. ഡോക്ടർ കെന്നി ഒപ്പീൻ ചെയ്തിരിക്കുന്നത്, അയാളുടെ ഒപ്പീനിയൻ എന്താണ്? ക്രിമിനോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ക്രിമിനൽ സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത്, ഈ ക്രിമിനൽ സയൻസ് എന്തുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്? ക്രൈമിൻ്റെ കൊസേഷൻ, എങ്ങനെയാണ് ക്രൈം സംഭവിക്കുന്നത്, അതിൻ്റെ അനാലിസിസ്, ഈ ക്രൈമിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനെയൊക്കെ പറ്റിയുള്ളൊരു ഒപ്പീനിയനാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ കെന്നി പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രിമിനോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണെന്ന് പറയുന്നുണ്ട്. ക്രിമിനോളജി എന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. ഈസ് കൺസേൺഡ് വിത്ത് ദോസ് പർട്ടിക്കുലർ കണ്ടക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്തുമായിട്ട് കൺസേൺ ചെയ്തിരിക്കുന്നു? ഒരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പർട്ടിക്കുലർ കണ്ടക്റ്റ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ബൈ സൊസൈറ്റി. അതെന്ത് ചെയ്യണം? ആ ഒരു പർട്ടിക്കുലർ ഒരു ബിഹേവിയറിനെ സൊസൈറ്റി പ്രൊഹിബിറ്റ് ചെയ്യണം. ഇപ്പം ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത് നിയമം വഴി അങ്ങനെ കൊല്ലുക എന്നുള്ളൊരു കാര്യം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ആ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നിയമം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അവൻ അവിടെ ഒരു ക്രിമിനലായിട്ട് മാറുന്നു. ഇറ്റ് ഈസ് ദെയർ ഫോർ എ സോഷ്യോ ലീഗൽ സ്റ്റഡി വിച്ച് സീക്സ് ടു ഡിസ്കവർ ദ കോസസ് ഓഫ് ക്രിമിനാലിറ്റി. ഇവിടെ എന്താണ്? കോസസ് ഓഫ് ക്രിമിനാലിറ്റി ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സോഷ്യോ ലീഗൽ സ്റ്റഡിയാണ് ക്രിമിനോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്? ഈ ക്രൈം റെഡ്യൂസ് ചെയ്യാനുള്ള റെമഡീസും കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂദർലാൻഡ് ഇവിടെ എന്താണ് പറയുന്നത്? സൂദർലാൻഡ് ഹാസ് കം ഔട്ട് വിത്ത് എ മോർ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഓഫ് ക്രിമിനോളജി. ഒരു ക്രിമിനോളജിയുടെ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇവിടെ സൂദർലാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൂദർലാൻഡ് ക്രിമിനോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബോഡി ഓഫ് നോളജ് ആയിട്ടാണ്. ആൻഡ് റിഗാർഡിംഗ് ഡെലിങ്ക്വസി ആൻഡ് ക്രൈം ആസ് എ സോഷ്യൽ ഫിനോമിൻ. ഡെലിങ്ക്വസിയും പിന്നെ ക്രൈമും എന്താണ്? ഒരു സോഷ്യൽ ഫെനോമിനാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് വിത്തിൻ ഇറ്റ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ലോസ്, ബ്രേക്കിംഗ് ലോസ് ആൻഡ് ഓഫ് റിയാക്ടിങ് ടുവേർഡ്സ് ദ ബ്രേക്കിംഗ് ഓഫ് ലോസ്. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു ലോ മേക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ്. ബ്രേക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ലോയ്. പിന്നെന്താണ്? ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ആദ്യം നിയമം നിർമ്മിക്കുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ എന്തു ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. ഇതൊക്കെയാണ് ക്രിമിനോളജിയിൽ പറയുന്നതെന്നാണ് സൂദർലാൻഡിൻ്റെ അഭിപ്രായം.
ഇനി ഡൊണാൾഡ് ടാഫ്റ്റ് പറഞ്ഞിരിക്കുന്നു എന്താണ് ക്രിമിനോളജിക്ക് കുറച്ചും കൂടെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഒബ്സർവ്ഡ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സയൻറ്റിഫിക് അനാലിസിസ്. ഇതെന്താണ്, ഒരു സയൻറ്റിഫിക് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ക്രൈമിൻ്റെയും ക്രിമിനൽസിൻ്റെയും ഒരു ഒബ്സർവേഷനും സയൻറ്റിഫിക് അനാലിസിസുമാണ് ക്രിമിനോളജിയിലെന്നാണ് ഡൊണാൾഡ് ടാഫ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സയൻസ് ഓഫ് ക്രിമിനോളജിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്യുവർ ക്രിമിനോളജിയും അപ്ലൈഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിമിനോളജി. പ്രൊഫസർ W.A. വോങ്കർ പറഞ്ഞിരിക്കുന്നു, ഈ തിയററ്റിക്കൽ ക്രിമിനോളജിയെ നമുക്ക് കുറച്ച് സബ് ഹെഡായിട്ട് തിരിക്കാൻ വേണ്ടി കഴിയും. അതിലെ ഫസ്റ്റ് വണ്ണാണ് ക്രിമിനൽ ആന്ത്രോപോളജി, ക്രിമിനൽ സോഷ്യോളജി, ക്രിമിനൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോ ന്യൂറോപതോളജി, പീനോളജി, വിക്ടിമോളജി. അപ്ലൈഡ് ക്രിമിനോളജിയിൽ എന്താണ് പറയുന്നത്? അപ്ലൈഡ് ക്രിമിനോളജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ക്രിമിനൽ ഹൈജീൻ ആൻഡ് ക്രിമിനൽ പോളിസി. ക്രിമിനൽ പോളിസിയെ പറ്റിയും ക്രിമിനൽ ഹൈജീൻ്റെ പറ്റിയുള്ള സ്റ്റഡിയാണ് അപ്ലൈഡ് ക്രിമിനോളജിയിൽ പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടാതെ ക്രിമിനാലിസ്റ്റിക് എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കൂടുണ്ട്, ഒരു ബ്രാഞ്ച് കൂടുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡിറ്റക്ഷൻ്റെയൊക്കെ പോലീസ് ടെക്നിക്സിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇവിടെ ഒരു ലീഗൽ മാക്സിം പറയുന്നുണ്ട്, നള്ളം ക്രിമേൻ സിനെ ലെഗെ നള്ള പുയിന സിനെ ലെഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ക്രൈം ഓർ പണിഷ്മെൻറ്റ് വിത്തൗട്ട് എ ലോ. ഒരു നിയമമില്ലാതെ അവിടെ ഒരു ക്രൈമോ പണിഷ്മെൻറ്റോ ഉണ്ടാവുന്നില്ല. ഒരു നിയമം വന്നതുകൊണ്ടാണല്ലോ ഇത് ക്രൈമാണ്, ചെയ്യരുത്, ചെയ്താൽ പണിഷ്മെൻറ്റ് കിട്ടും എന്ന് നമുക്കറിയാവുന്നത്. ദർ ക്യാൻ ബി നോ ക്രൈം കമ്മിറ്റഡ് ആൻഡ് നോ പണിഷ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് വിത്തൗട്ട് എ വയലേഷൻ ഓഫ് പീനൽ ലോ. ഒരു പീനൽ ലോയ് എന്താണ്, ആസ് ഇറ്റ് എക്സിസ്റ്റഡ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു പീനൽ ലോയ് എക്സിസ്റ്റ് ചെയ്യാതെ നമുക്കവിടെ ഒരു എന്താണ്, ഒരു പണിഷ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു പീനൽ ലോയുടെ വയലേഷൻ ഉണ്ടെങ്കിലേ നമുക്കവിടെ ഒരാൾക്ക് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിമിനൽ ലോയ് ഫോർബിഡൻ ചെയ്തെങ്കിലേ, എക്സ്പ്രസ്ലി ഫോർബിഡൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഒരു വ്യക്തിയെ ക്രിമിനൽ ലയബിൾ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന ആക്ട് നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തതായിരിക്കണം. ഓക്കെ, ഒരു ലാൻഡിൽ ഒരു ആക്ട് പ്രൊഹിബിറ്റ് ചെയ്തതാണ്, എന്നിട്ടും അയാൾ ആ കുറ്റം ചെയ്തെങ്കിൽ മാത്രമേ അയാളെ നമുക്കൊരു ക്രിമിനലായിട്ട് പറയാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ എന്തും കൂടെ വേണം, ഒരു കോംപ്രഹെൻസിബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ഒരു വെരി ബാഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും കൂടെ ഉണ്ടെങ്കിലേ നമുക്കതിനെ ഒരു ക്രൈമായിട്ട് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് അവിടെ ഒരു നിയമം എക്സിസ്റ്റൻസിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഒരു നിയമം ഉണ്ടെങ്കിലേ അവനെ പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവനൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നിയമം എക്സിസ്റ്റൻസിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ നിയമത്തിനെ എന്താണ്, പിന്നെ അവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിലേ നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതുപോലെ ഇവിടെ ഡൊണാൾഡ് ടാഫ്റ്റ് പറയുന്നുണ്ട്, എന്താണ് പോയിൻ്റ് എടുത്ത്, ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്, ഡീലിംഗ് വിത്ത് ദോസ് ആക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വലിൻ്റെ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ബിഹേവിയറൽ സയൻസ് ആണ് ക്രിമിനോളജി എന്ന് പറയുന്നത്. ഹൂ ഡസ് നോട്ട് ഹാവ് ദ അപ്രൂവൽ ഓഫ് ദ സൊസൈറ്റി. ക്രിമിനാലിറ്റിക്ക് എന്ത് കാണത്തില്ല? സൊസൈറ്റിയുടെ അപ്രൂവൽ കാണത്തില്ല. അതുപോലെ പ്രൊഫസർ സൂദർലാൻഡ് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട് എന്ത്? ക്രൈം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിസോർഗനൈസേഷൻ്റെ ഒരു സിംറ്റമായിട്ടാണ് കാണുന്നത്.